എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് കുക്കറിൽ ഒരു വെജ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി ഒക്കെ കഴിക്കണം തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അതിന്റെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അടിപൊളി കുക്കറിലുള്ള വെജ് ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വെജ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഇപ്പം വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയിനറിൽ ഇട്ടതാണിത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും ചെയ്യണം. 20 മിനിറ്റ് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ടൈം കറക്റ്റ് ആവുള്ളൂ. നമ്മൾ കുക്കറിലാണല്ലോ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം കറക്റ്റ് ആവണമെങ്കിൽ ഇതിൽ ഒരു വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഈ അരിയിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമുക്ക് വേണ്ടുന്നത് പച്ചക്കറികളാണ്. അപ്പോൾ ഒരുപാട് പച്ചക്കറികൾ നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെ ബിരിയാണിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ്, അതേപോലെ തന്നെ ഒരു 5 ബീൻസ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസിൽ മാറ്റം വരുത്താം. ഇതിൽ മഷ്റൂം ആഡ് ചെയ്യാം, അതേപോലെ കോളിഫ്ലവർ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് സോയാ ചങ്ക്സ് ആണ്. അത് നന്നായിട്ട് കഴുകി 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ വെള്ളമൊക്കെ പോക്കിയിട്ട് രണ്ടായിട്ട് മുറിച്ചതാണിത്. അപ്പോൾ ഒരു വലിയതാണെങ്കിൽ വലിയ സോയാ ചങ്ക്സ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് മുറിച്ചത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സോയാ ചങ്ക്സ് ആണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് നെയ്ക്ക് പകരമായിട്ട് ഡാൽഡയും ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡാൽഡയും നെയ്യൊന്നും താല്പര്യം ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം. അപ്പൊ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു കഷ്ണം പട്ട, അതേപോലെ തന്നെ 3 ഏലക്കായും 4 ഗ്രാമ്പൂ, പിന്നെ ഒരു ബേ ലീഫ്, അത് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സ്പൈസസ് ഒക്കെ നല്ല മൂത്ത ഒരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്കിത് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് 2 സവാള. 2 ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. വലുതാണെങ്കിൽ 1 മതിയാകും. അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട്, നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. മീഡിയം എരിവിൻ്റെയാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് പൊടികളും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടയണം. അതിനുശേഷം മാത്രം നമുക്ക് പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾ എപ്പോഴും വഴറ്റാൻ ശ്രദ്ധിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലൊക്കെ ആക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും, അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും അതേപോലെ തന്നെ സോയാ ചങ്ക്സും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് വേവുകയും ചെയ്യും.
കാണാനും അതായിരിക്കും ഭംഗി. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് ആയി കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണിക്ക് നമ്മൾ ഉദ്ദേശിച്ച അത്ര ടേസ്റ്റ് കിട്ടൂല. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഒരു അളവിൽ മാത്രം ചെയ്താൽ മതി. ഒരു 1-2 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. 2 മിനിറ്റ് നന്നായിട്ട് വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൽ അളവ് വളരെ പ്രധാനമാണ്. നമ്മൾ ഇതിലേക്ക് ഇനി തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതാണ് ഇതിന്റെ കണക്ക്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തിളച്ച് 4 ഗ്ലാസ് വെള്ളം കൂടി റെഡിയാക്കി വെച്ചിട്ട് അരി ഇട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വെള്ളം പോയ അരിയാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന്റെ കണക്ക് ശരിയാവാതെ അരി കൂടുതൽ വെന്തു പോവാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അരി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച 4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ. ഈ സമയത്ത് ഇതിന്റെ ഉപ്പും അതേപോലെ തന്നെ എരിവും ഒക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് ശരിക്ക് കറക്റ്റ് ആക്കണം. ഞാൻ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വേണ്ട, എന്നാലും കുറച്ച് മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ അത് അരിയിലും വെജിറ്റബിൾസിലൊക്കെ പിടിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉപ്പായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 7 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യണം. വിസിലിടേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നത്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നർത്ഥം. ഒരുപാട് സമയം വെക്കാൻ പാടില്ല. 7 മിനിറ്റ് കൃത്യം ആവുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. അടുപ്പിന്ന് മാറ്റണം. ചൂടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റണം. 15 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഈ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ ബിരിയാണി റെഡിയായോ. കണ്ടോ, അടിപൊളി റൈസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നിനോടൊന്ന് പറ്റാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ എല്ലാ ഭാഗത്തും എത്തണം. അതുകൊണ്ട് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് താഴെയുള്ള ചോറിനൊക്കെ ഒന്ന് മേലോട്ടാക്കി കൊടുക്കാം. ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസും അതേപോലെ തന്നെ മുന്തിരിയും ഇട്ട് കൊടുക്കണം. നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചതാണ് ഞാൻ. കുറച്ച് ഉള്ളിയും അതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, അപ്പോൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.